ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ദിവസത്തെ വീഡിയോകൾക്കൊക്കെ ശേഷം ഇന്ന് ആ വീഡിയോ പുറത്തോട്ട് പോകാൻ വേണ്ടി പോകുക. പുറത്തോട്ട് മീൻസ് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, റൗണ്ട് അടിച്ചിട്ട് നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും പറയും സൗദി ഡെസേർട്ടാണ്. ഇത് കണ്ടില്ലേ, പച്ചപ്പൊക്കെ കണ്ടില്ലേ സൗദിയിലെ. നമ്മുടെ ചന്ദ്രനും ഇവിടെ തെളിഞ്ഞിരിക്കുന്ന കണ്ടല്ലേ. ഇപ്പം ഇങ്ങനെ നമ്മൾ നടന്ന് പോകുന്നുണ്ട്. ഇത് വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പിൻ്റെ മുകളിലാണ് നമ്മളെ ക്യാമ്പ്, അവിടെയാണ് നമ്മുടെ റൂമൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് നല്ല ഒത്തിരി പച്ചപ്പുകൾ ഉണ്ട്. പണ്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാനും എൻ്റെ ഫ്രണ്ടും നടന്നു പോകുമായിരുന്നു. നിങ്ങൾക്ക് പല പഴയ വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടാണ്. ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു, നാവേദ് അഹമ്മദ് എന്നും പറഞ്ഞ്. അവൻ പോയി, അവൻ പാകിസ്ഥാനിലോട്ട് തിരിച്ച്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് കണ്ടില്ലേ, ഒരു ക്യാമ്പാണ്. ഇതേപോലത്തെ ക്യാമ്പായിരിക്കണം. അതാകുമ്പോഴത്തേക്ക് വൈകിട്ടൊക്കെ വന്നത് ഇതേപോലെ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല ഒരു സെറ്റപ്പിലിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു. ഞാൻ ഇവിടെ അതിക്രമിച്ച് കയറിയതാ. ഇതിങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു, ഇതുവഴി കയറിപ്പോയതാ. ഇതാ ഇവിടുത്തെ നാഷണൽ വണ്ടി. ഫുള്ളും ഇങ്ങനത്തെ വണ്ടിയാണ് സൗദി മൊത്തം. ലോഡിങ്. പിന്നെതാ ഇത് നമ്മളെ നാട്ടിൽ കാണുന്ന ഉള്ളതുപോലത്തെ സെയിം വേപ്പ് മരമായത്. വേപ്പം മരം, ഇത്രയും വലിയ വേപ്പം മരമാണ്. നമ്മളെ നാട്ടിൽ അത്രയും ഉണ്ട്, സെയിം ഉണ്ട്. കണ്ടില്ലേ വേപ്പം മരം. എൻ്റെ മരത്തിൻ്റെ വണ്ണം കണ്ടില്ലേ, 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതൊരെണ്ണം. ചുമ്മല്ല ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത്. ഇതാ പിന്നെ ഇത് മുരിങ്ങയില കണ്ടില്ലേ. ഇത് നമ്മളെ മറ്റേ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ കുച്ചൽ അറിയത്തില്ല, നമ്മൾ കുച്ചലെന്ന് അറിയത്തില്ല. ഇത് കുച്ചലിങ്ങനെ മേഞ്ഞ് വെച്ചേക്കുക. ഇത് പോമഗ്രനേറ്റ്, മാതളം കാച്ചിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇത് ഈത്തപ്പഴമാണ്. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, സൗദി മൊത്തം ഈത്തപ്പഴമാണെന്ന്. ഇതിനകത്ത് കാകളൊന്നും കാണാനില്ല, ആരോ പറിച്ചിട്ടുണ്ട്. വേറെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ കാണും. ഇതും ഒരു ചെറിയൊരു ഈത്തപ്പഴം. അവിടെ ഒരു വീട് വരുക. ആ വീട് വരുന്നുണ്ട് അവന്മാർ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഈ 2 സൈഡിലും ഇത്രയും മണ്ണ് എടുത്തിട്ടേക്കുന്നത്. ഇതേപോലത്തേക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിലുള്ളൊരു വീട് അകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് നമ്മളെ നാട്ടിൽ ശിവൻ്റെ അമ്പലത്തിലൊക്കെ ഈ പൂവൊക്കെ കൊടുക്കാറുണ്ട്. പേരറിയത്തില്ല. പിന്നെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ ഇതൊരു ബെറിയാണ്, കഴിക്കുന്ന ബെറിയാണ്. പക്ഷെ കാച്ചിട്ടില്ല. ഇതിപ്പോൾ പൂത്തിരിക്കുന്നതേ ഉള്ളൂ, കാച്ചിട്ടില്ല. കാച്ച് കഴിയുമ്പോഴത്തേക്ക് പറിച്ച് കഴിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഒരു അതിഭയാനകമായത് കണ്ടില്ലേ. ഒരു വമ്പൻ കാട് പോലെ ഈ സ്ഥലം മാത്രം ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ. ഫുള്ള് ഇങ്ങനെ കൂടുതൽ പിടിച്ച പോലെ കിടക്കും ഈ ഒരു സ്ഥലം. പിന്നെ അത് ഇവിടെ ഈത്തപ്പഴം എന്താ കാച്ചിക്കുന്നുണ്ടല്ലേ. ഈത്തപ്പഴം അതിനകത്ത് ഒത്തിരി ഉണ്ട്, ഈ ഫാമിനകത്തുണ്ട്. പിന്നെ ഈ ഫാം ആരും ഇപ്പം നോക്കുന്നില്ല. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം തുറന്നാണ് കിടക്കുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറി പോകാറുണ്ട്, പോയിട്ട് നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫാമും കണ്ടില്ലേ, ഇവിടെ ആളില്ല, പക്ഷെ നല്ല പച്ചപ്പൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടല്ലേ. ആരോ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയതാ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തേക്ക് അവിടെ എന്തോ 2 പക്ഷികൾ പറന്നങ്ങ് പോയി. ഇവിടെയും കണ്ടില്ലേ, ഇതൊരു ഭയങ്കര ഒരു നിഗൂഢത പിടിച്ച ഒരു ഏരിയ. ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അധികം ദൂരമൊന്നുമില്ല, ഇത് ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്തേ വരത്തുള്ളൂ, അത്രയേ ഉള്ളൂ. ഇത്
ഈ ഒരു ഏരിയ മാത്രം. ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ഇതാ കണ്ടില്ലേ, ഒത്തിരി ഉണ്ട് അങ്ങോട്ടൊക്കെ. പിന്നെ നമ്മളിത് ഇങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പം ഒരു ടി ജംഗ്ഷൻ പോലെയാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ ഹൈവേയിലോട്ട് പോകും. ഇതുവഴിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് കുറച്ച് വേറെ നല്ല ഫാമൊക്കെ ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങോട്ട് കണ്ടില്ലേ, ഇവിടെ കുറച്ച് നല്ല അത്യാവശ്യം നല്ല ഫാമൊക്കെ ഉണ്ട്. ആ കാണുന്നതിനകത്ത് ഒത്തിരി നല്ല ഫാമൊക്കെ ഉണ്ട്. മീൻസ് ഒത്തിരി നല്ല ചെടികളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സൊക്കെ. ഒരിക്കൽ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ മണ്ണിറക്കിയിട്ടിരിക്കുന്ന ഞാൻ കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് വിട്ട് റൂമിൽ കുറച്ച് കൃഷിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അതൊക്കെ പൊളിഞ്ഞു പോയി. അവിടെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അവിടെ ആളുണ്ട്, പക്ഷേ നമ്മൾ പോകുമ്പോഴത്തേക്ക് ആളും കാണത്തില്ല, ആരും കാണത്തില്ല. പക്ഷെ ഫുള്ള് ക്യാമറ ഉണ്ട് അവിടെയൊക്കെ. കൂടുതൽ പിടിച്ച വഴികൾ. അപ്പം ഈ വെള്ളിയാഴ്ച നമ്മൾ പോകുന്നത് ഈ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അടുത്ത ആഴ്ച നമുക്ക് നേരെ പോയിട്ട് റൈറ്റിലോട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. റൈറ്റിലോട്ടുള്ളത് അടുത്ത ആഴ്ച കാണാം. ഒരാഴ്ച തന്നെ രണ്ടും കവർ ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങണമായിരുന്നു. ഒരു 3 മണിക്കൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കണമായിരുന്നു, എങ്കിൽ എല്ലാം കാണാമായിരുന്നു. പക്ഷേ 3 മണിക്കൊക്കെ ഇപ്പം ഇവിടെ നല്ല ചൂടാണ്, തണുപ്പായി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ ദോ കാണുന്നതിൻ്റെ അവിടെ ഇരുന്ന് നടക്കാൻ തുടങ്ങിയതാണ്. ഇവിടെ ഇരുന്ന് നടന്ന് ഇവിടെ വന്ന് ഇപ്പം ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവുക. സൂര്യനെ കണ്ടില്ല, നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഈ സൗദിയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് നിങ്ങൾ ഏത് ദിവസം എണീച്ച് നോക്കിയാലും എപ്പോഴും ഈ ഒരു നീല മഴ മാത്രമേ ഉള്ളൂ. ഒരു തുള്ളി കാർമേഘം പോലും കാണാൻ പറ്റത്തില്ല. ചന്ദ്രനൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, അതാ ഈ സൗദിയിലെ ഒരു പ്രത്യേകത. മഴയുള്ള സമയത്ത് കാർമേഘം കാണാൻ പറ്റും, അതല്ലാത്ത എന്ന് നോക്കിയാലും എല്ലാ ദിവസവും ഒരേപോലെ തന്നെ ഇരിക്കും മരുഭൂമി. പക്ഷേ വേറെ അടുത്ത ഒരു വലിയ മണ്ടത്തരായിപ്പോയി. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. അത് ഞാൻ ഓർത്തില്ലായിരുന്നു. ഇതിപ്പോൾ അത് 5 മണി ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-20 മിനിറ്റിനകത്ത് ഇപ്പോൾ ഇവിടെ ഇരുട്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ ഫുള്ള്. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ഈ ഇവിടെയൊക്കെ ഫാമുള്ളതുകൊണ്ട് ഈ ഫാമിലോട്ടൊക്കെ പോകുന്ന വെള്ളമുണ്ട്. ഇത് വെള്ളം പോകുന്ന കനാലാണ്. അതായത് ഇതിനകത്ത് ഇങ്ങനെ പച്ചയെന്ന് പറഞ്ഞ പുല്ലുകളൊക്കെ വളർന്നിരിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെയാണ് ഫാം. ഈ മതിലിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ള എല്ലാ ഫാമാണ്. അപ്പോൾ അവിടെ ഒരു കുതിരയൊക്കെ കാണാം, കണ്ടില്ലേ, ബ്ലാക്ക് കാറിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. ഇന്നിപ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് സൂര്യാസ്തമിക്കും, സമ്മറായതുകൊണ്ട്. ഇപ്പം നമുക്ക് പ്ലാനിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇന്ന് റൈറ്റ് സൈഡിലോട്ട് പോവാം. റൈറ്റിലോട്ടാകുമ്പോഴത്തേക്ക് അതുവഴി അങ്ങ് റൂമിൽ പോവാം. ഇന്ന് ലേറ്റാവും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പം അവിടെ എവിടെയോ ഇരുന്ന് നടക്കാൻ തുടങ്ങിയതാണ്. അവിടെ ഇരുന്ന് നടന്ന് ഇങ്ങ് വരെ എത്തി. ഇനിയിപ്പം ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജ് കാണിച്ചു തരാം. ആ ബ്രിഡ്ജൊന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. ഇതും വെള്ളം പോകണ കനാല. ഇപ്പോൾ എല്ലാം വരണ്ടിരിക്കുക, ഇത്തുപൂരം വെള്ളമുണ്ട്. അപ്പോൾ ഇതാ ഈ ബ്രിഡ്ജ് പൊട്ടി വീഴാറായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒത്തിരി കണ്ടില്ലേ, ഇത്തുപൂരം വെള്ളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കുറേ ദൂരമൊന്നുമില്ല. ബ്രിഡ്ജ് ഇതും അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ദൂരെ നടന്നു. ഇവിടെ ആണെങ്കിൽ കുതിരകളെ കാണാം, കണ്ടില്ലേ, ഇഷ്ടം പോലെ കുതിരകളുണ്ട് ഇവിടെ. അടുത്തോട്ട് പോയിട്ട് കാണിക്കാം. കണ്ടില്ലേ, ഇത്രയും കുതിര ഇവിടെ നിൽപ്പുണ്ട്.
ഇത് കണ്ടില്ലേ, ഇത്രയും പച്ചപ്പുകൾ. പിന്നെ ഈ ചെടിയൊക്കെ ഇവർ ഇത്രയും വളർത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കാറ്റൊന്നും അടിച്ച് വീടിനകത്തോട്ട് പോകത്തില്ല. ഇതിൻ്റെ അകത്തോട്ടൊരു വീടാണ് അപ്പുറം കാണിച്ചത്. അപ്പോൾ ആ വീട്ടിനകത്തോട്ട് ഇങ്ങനെ പൊടിക്കാറ്റടിച്ച് കയറാതിരിക്കാനും കൂടിയ ഈ ചെടി ഒരു ബാരിക്കേഡ് പോലെ പ്രൊവൈഡ് ചെയ്യും അവർക്ക്. അതുകൊണ്ടാണ്. ഇതാ കണ്ടില്ലേ എൻട്രൻസ് കണ്ടില്ലേ വീട്ടിൻ്റെ അകത്തോട്ടുള്ള. ഇനി വഴിയൊന്നും ഇല്ലേ അങ്ങോട്ട് പോവാൻ? ഈ കാട് വഴി കൂടെ തന്നെ പോണോ? ക്യാമ്പിലോട്ടും പോകണമല്ലോ. ഇരുട്ടാറുമായി വഴി ട്രൈ ചെയ്ത് നോക്കാം, വഴി കാണണം. ഇതിലെല്ലാം ഉപ്പിൻ്റെ സാന്നിധ്യമുണ്ട് ഈ മണ്ണിൽ. അതായത് ഈ മണ്ണൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇതിനകത്തെല്ലാം വൈപ്പറൊക്കെ ഉള്ളതാണ്. ഒരു കാടി ഇപ്പോൾ കിട്ടിയ തീരുമാനമാവും കാര്യത്തിൽ. അതുകൊണ്ട് അധികം ഫോണിൽ നോക്കാതെ വഴി നോക്കിയാണ് നടക്കുന്നത്. അതുകൊണ്ട് വീഡിയോ എത്രമാത്രം. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ സാമ്പാന്നും പറഞ്ഞ ഇവിടുത്തെ ഒരു സാധനമുണ്ട്, അത് ഇതിനകത്തുണ്ട്. ഞാൻ ഫോട്ടോ മെൻഷൻ ചെയ്യാം. സാമ്പാന്ന് വെച്ചാൽ എന്തോ ആണ്. നമ്മളെ നാട്ടിൽ ഉടുമ്പില്ല, ഉടുമ്പ് പോലെ ഇരിക്കുന്ന ഒരു സാധനം. അതിനിവിടുത്തെ ആൾക്കാർ പിടിച്ച് കറി വെച്ചൊക്കെ തിന്നും. അതിൻ്റെ ഓയിലൊക്കെ കിട്ടാറുണ്ട്, സാമ്പാ ഓയിൽ എന്നൊക്കെ പറഞ്ഞ്. ഇതാ സർവൈവൽ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. അവിടെ ഏതോ ഒരു പൊട്ടക്കാട്ടിനകത്തിരുന്ന് വഴിയില്ല എന്നും പറഞ്ഞ് ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി വന്ന് ഇപ്പോൾ ഇത് കണ്ടില്ലേ വഴിയിലെത്തി. എനിക്ക് ഈ വഴിയൊന്നും അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഈ റൂട്ട്. ഇപ്പോൾ ഇരുട്ടാറായതുകൊണ്ട് ഇപ്പം പ്ലാനിലൊക്കെ പെട്ടെന്ന് ചേഞ്ചസ് വന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടറിയാം, അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പാണ്. ഈ മരം കണ്ടില്ലേ, നല്ല വലിയ മരമാണ്. വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നല്ല ഗമണ്ട മരമാണ് ഇത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഉൾപ്രദേശത്ത് നല്ല കുറ്റിക്കാറ്റിനകത്ത് നിൽക്കുന്ന അത്രയും വലിയ മരമാണ്. ഭയങ്കര വലിയ മരം ഇത്. ഈ ഒരു ഈത്തപ്പഴത്തിൻ്റെ മരവും ഇതും വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, എൻ്റെ ഫോണ് അത്രയും വൈഡ് ആംഗിളിൽ കിടക്കുക, എന്നിട്ടും മരത്തിൻ്റെ അടിയിൽ നിന്ന് ടോപ്പ് വരെ എത്തുന്നില്ല. ഇവിടെ കൊള്ളാമല്ലോ. തുറന്നിടക്കുക ഫാം. വേണമെങ്കിൽ അകത്തൊക്കെ കയറി നോക്കാം, പക്ഷെ വേണ്ട. കാണണമെന്ന് പറയുന്ന സാധനം കണ്ടില്ല, അതാ നിൽക്കുന്നുണ്ട് ഈത്തപ്പഴം. ഇങ്ങനെ ചെറുതാ ചുമ്പടി സാധനത്തിനകത്ത് ഇങ്ങനെ പഴുത്തിക്കുക. പിന്നെ ഇതിലുള്ളതൊക്കെ ആരോഗ്യം പറിച്ചെടുത്തേക്കുന്നു. പിന്നെ ഇതിനകത്തുണ്ട്, ഇതിനകത്ത് കുറച്ച് അത്യാവശ്യമുണ്ട് ഈത്തപ്പഴം. ഓ, ഇത് കണ്ടില്ലേ, കൊണ്ടിട്ടേക്കുന്നത് കണ്ട പറിച്ച്. പക്ഷെ ഇത് പന്നലായിപ്പോയി, ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി, ഉണങ്ങി ഇല്ലാതായിപ്പോയി. ഇത് സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയത്. ഇതിനൊക്കെ കൊണ്ട് പറിച്ചിട്ടതായിരിക്കും. നിൽക്കുന്ന കണ്ടില്ല അതിനകത്ത് പഴുത്ത്. പക്ഷെ എത്തത്തില്ല, കുറച്ച് ഹൈറ്റുണ്ട്. ചാടിയാൽ എത്തി പറിക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ഓലയിലൊക്കെ മുള്ളങ്ങ് പൊത്ത് കയറി. ഞാൻ ഒന്നാമതേ സ്ലീവ്ലെസ് ആയിട്ട് കൊണ്ടുവന്നുണ്ട്. ഇനി കൈ മുറിഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ വയ്യ ഇവിടെ.
ഇത് കണ്ടില്ലേ, എന്തോന്ന് മനസ്സിലായ? മൈലാഞ്ചിയാ. അപ്പോൾ ഇന്ത്യയിലുള്ള സകല മരവും ഇവിടെ ഉണ്ട്. പിന്നെ ഈ മരത്തിൻ്റെ പേരറിയത്തില്ല, നമ്മൾ ആ ഹൈവേസിലൊക്കെ കാണും. ഇന്ത്യയിലുള്ള ഹൈവേസിലൊക്കെ ഫുള്ള് ഇതേപോലത്തെ മരമാണ്. പേരറിയത്തില്ല. ഇതിപ്പോൾ ഇവിടെ തന്നെ അടുത്തടുത്ത് തന്നെ ഇത് രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തുറന്ന് കിടക്കുക, ഏതുവാന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എങ്ങോട്ടോ പോയി എങ്ങോട്ടോ തിരിച്ചു വന്നു. എൻ്റെ ക്യാമ്പ് അവിടെയാണ്, ഈ ചുവന്ന ബിൽഡിങ് അടയാളം ഇതാ കാണുന്നത്. ഏതൊക്കെയോ വഴി കറങ്ങി ഇവിടെ ഇരുന്ന് നേരെ അങ്ങ് ബാക്കിലോട്ട് ഒത്തിരി പോയി, അവിടെ നിന്ന് ഇടത്തോട്ട് കുറേ പോയി, എന്നിട്ട് പോയി ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. ഇനിയിപ്പോൾ കടയിൽ കയറുക, കുറച്ച് സാധനം മേടിക്കുക, നേരെ റൂമിൽ പോവുക. കാലെല്ലാം മണ്ണായി, വെറുതെ ഏതൊക്കെയോ പൊട്ടക്കാട്ടിനകത്ത് നടന്നു പോയി. ഇപ്പോൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ പോലും ആയിട്ടില്ല, അതിനുമ്പ് ഇവിടെ ഇരുട്ടി. സമ്മർ കണ്ടപ്പോൾ പെട്ടെന്ന് ഇതാവും. അത് അടുത്തൊരു കുതിര വരുന്നുണ്ടല്ലേ, ഇതെന്തോ ഇപ്പോൾ എല്ലാവരെയും കുതിര മാത്രമേ ഉള്ളൂ. വാ, എന്തോ കാണുന്നത് അവിടെ ലാസ്റ്റ് കാണുന്ന വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് എൻ്റെ റൂമാണ്. ഇനിയിപ്പോൾ ഇതുവഴി കയറി പോകാൻ പറ്റത്തില്ല, ഇതുവഴി ഫുള്ള് കാടാണ്. കുറച്ച് നേരത്തെ വെളിച്ചമുണ്ടെങ്കിൽ പോകാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ ഇതുവഴി ഇങ്ങനെ കറങ്ങി അങ്ങ് പോകണം. ഇതേപോലെ ഒരു സൈക്കിൾ മേടിക്കണമെന്നുണ്ട്, നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാം. ഇതുമൊക്കെ കണ്ടില്ലേ, കുറ്റിക്കാട്. പെട്ടെന്ന് സൂര്യനെ അസ്തമിച്ച്, അല്ലെങ്കിൽ ഒത്തിരി കറങ്ങായിരുന്നു. വൈകിട്ട് നടക്കാൻ തുടങ്ങിയത്, നടന്ന് രാത്രിയായി. ഇപ്പോൾ കടയിലോട്ടും കൂടെ പോകണം. കടയിൽ പോയിട്ട് നേരെ റൂമിൽ പോവുക. ഇവിടുത്തെ വീടൊക്കെ കണ്ടില്ലേ, എല്ലാം ഇവിടുത്തെ വീടിൻ്റെയൊക്കെ സെയിം ഒരു പാറ്റേൺ, കളറിൻ്റെ സെയിം, എല്ലാ വീട്ടിനും ഒരേ കളർ പാറ്റേണാണ് പെയിൻറ്റിൻ്റെ. പിന്നെ നമ്മളവിടുത്തെ പോലെ ഈ ബാൽക്കണി എന്നുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല. എല്ലാ വീടും ഇങ്ങനെ അകത്തായിരിക്കുന്നത്, ജനൽ പോലും ഒരു തുറക്കത്തില്ല. പിന്നെ ഒത്തിരി പക്ഷികളുണ്ട്, ഒത്തിരി കൊച്ചു പക്ഷികളുണ്ട് ഇവിടെ ഒത്തിരി. ഈ വീഡിയോക്കകത്ത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാൽ മതി, അപ്പം മനസ്സിലാവും. അങ്ങനെ നടന്ന് കടയിൽ അവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സാധനം മേടിക്കുക. ഇതല്ല, അപ്പുറത്തെ വേറെ കട. ഉച്ചയ്ക്ക് ഇറങ്ങിയതാ, കണ്ടില്ലേ, സാധനങ്ങളെല്ലാം മേടിച്ച് ഇപ്പം നൈറ്റായി. അപ്പോൾ അത് നൈറ്റായി ഫുള്ള്. പറഞ്ഞിട്ട് ഇപ്പോൾ സമ്മറായതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടും. ചന്ദ്രൻ നേരത്തെ തൊട്ട് ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നടന്നു എൻ്റെ ക്യാമ്പ് എത്തി. ഇതാ ക്യാമ്പ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് കറങ്ങി ഇതുവഴി കറങ്ങി ഇപ്പോൾ തിരിച്ചിങ്ങോ ഇതുവഴി കൂടെ ഇങ്ങനെ നടന്നിട്ട് അയ്യോ ഈ പോവുക, കിടന്നുറങ്ങുക.